ജ്യോതികുമാർ ചാമക്കാല ഇവിടെ ഏറ്റവും ആവർത്തിച്ചുയരുന്ന ഒരു ചോദ്യം അത് ജ്യോതി കേട്ടല്ലോ. എന്തിനായിരുന്നു നിങ്ങളുടെ സമരം? എന്തായിരുന്നു അതിന്റെ മുദ്രാവാക്യം? അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ളവർ തള്ളി പറഞ്ഞിരിക്കുന്നു ഈ സമരത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീ കെ എൻ ഗോപിനാഥ് അടക്കമുള്ളവർ വാദം നിരത്തുന്നതിനുള്ള മറുപടി. വരട്ടെ, ഞാൻ കീഴിൽ നിന്ന് മുകളിലോട്ട് പോകാം. ഇവിടെ ഹസ്കർ പറഞ്ഞു നിർത്തിയത് ഇവിടെ പിന്നെ ഒരു മറിയ കുട്ടിയെക്കുറിച്ചാണ്. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ പിന്നെ നമ്മുടെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ജഡ്ജ്മെൻറ്റൊക്കെ അത് അങ്ങനെ നിൽക്കും. മേൽക്കോടതികൾ അത് കണ്ടിട്ടുണ്ട്. മണിക്കുമാർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ജഡ്ജ്മെൻറ്റുള്ള മാറ്റി എഴുതിയ ചരിത്രവുമുണ്ട്. പക്ഷേ സുപ്രീം കോടതിയിൽ പോയപ്പോൾ പിന്നെ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പുനർനിയമനം ഉൾപ്പെടെ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി അദ്ദേഹം പറഞ്ഞ കൂടുതലൊന്നും ഞാൻ പറഞ്ഞു പോകുന്നത് 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എന്നൊക്കെ പറഞ്ഞത് പച്ചക്കള്ളം. ഒരു അഭിഭാഷകനായ ഹസ്കർ ഇവിടെ വന്നതെന്ന് ന്യായം പറയരുത്. നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ കൊടുത്ത മറുപടിയുണ്ട്. അതിൽ 3 മാസമേ ഉണ്ടായിരുന്നുള്ളെന്നും അതൊരു ട്രാൻസിഷൻ പീരീഡിൽ നടന്നതാണെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ നമ്മുടെയൊക്കെ കൈവശമുണ്ട്. എന്നിട്ടും വന്നിട്ട് എന്തിനാ ഇങ്ങനെ വിടുവായത്വം പറയുന്നത്? ഇനി അദ്ദേഹം പറഞ്ഞു സമര ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ LDF നേതാക്കന്മാരുടെ സമര ചരിത്രത്തെക്കുറിച്ച് ഒരു എക്സാമ്പിൾ ഞാൻ ആ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് തന്നെ എടുക്കാം. പി രാജീവ്, അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഞാൻ ആവർത്തിക്കുകയാണ്. പി രാജീവ് സമരം നടത്തിയത്, അദ്ദേഹത്തെ പോലീസ് തച്ചു തകർത്തത് സ്വാശ്രയ കോളേജുകൾക്ക് എതിരായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്നാണ്. ആ പി രാജീവ് ഇപ്പോൾ വ്യവസായ മന്ത്രിയാണ്, ശരിയാണ്. പി രാജീവ് യാത്ര ചെയ്യുന്നത് മുഖ്യമന്ത്രിയോടൊപ്പമാണ്, ശരിയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ എവിടെയാണ് പഠിച്ചത്? മാസപ്പടി വാങ്ങിയ മുഖ്യമന്ത്രിയുടെ മകൾ പഠിച്ചത് സ്വാശ്രയ കോളേജിലല്ലേ? ഞാൻ കൂടുതൽ പറയേണ്ടതുണ്ടോ? ഈ മന്ത്രിമാരിൽ എത്ര പേരുടെ മക്കൾ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട് എന്ന് താങ്കളൊന്ന് വ്യക്തമാക്കാമോ? അപ്പോൾ ആ സമര രീതികളെക്കുറിച്ചും ആ സമരത്തെക്കുറിച്ചും ഒന്നും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ലോക ചരിത്രത്തിൽ ആദ്യമായി പിന്നെ സർക്കാർ സഞ്ചരിക്കുന്ന സർക്കാരിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ലോക ചരിത്രത്തിൽ ആദ്യമായി, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബാർ ഹോട്ടലിൽ മന്ത്രിസഭാ യോഗം ചേരുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായും പിണറായി വിജയന് തന്നെയാണ്, ഒരു തർക്കവുമില്ല. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വന്നാൽ, ഇവിടെ പാർട്ടി എന്തുമാത്രം അധപ്പതിച്ചു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വേറെ ചർച്ചയൊന്നും ആവശ്യമില്ല, തർക്കമൊന്നും ആവശ്യമില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഒരു CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ ക്യാപ്റ്റനെ കുറിച്ച് അഥവാ പോളിറ്റ് ബ്യൂറോ അംഗത്തെക്കുറിച്ച് അതിലെ സഹമന്ത്രി സെക്രട്ടേറിയറ്റ് അംഗം VN വാസവൻ പറയുന്നത് ദൈവത്തിൻ്റെ വരദാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ്. ഒരു പക്ഷേ VN വാസവൻ അത് പറയാമായിരിക്കാം. അതൊന്ന് തിരുത്താൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? അദ്ദേഹം അതിൽ ആനന്ദലബ്ധിയിൽ ആറാടുകയാണെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ വരദാനം എന്നൊക്കെ പറയും. ആരാണ്? CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇനി പിന്നെ ഇവരുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതല്ലോ. ഇവരെന്നും ഈ ക്രിമിനലുകളെ എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴും CPM-ൻ്റെ പാർട്ടി ഓഫീസുകളിൽ മാവോയുടെയും സ്റ്റാലിൻ്റെയും ഒക്കെ ഫോട്ടോ വെച്ച് ആരാധിക്കും, പിന്നെ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യാറുണ്ട്. സ്റ്റാലിൻ്റെ പ്രതിമ ഉൾപ്പെടെ റഷ്യയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കൊന്നൊടുക്കിയ ജീവനുകൾ, ഏറ്റവും അവസാനം അവർക്ക് കൊടി സുനിയും കിർമാണി മനാജും ഉൾപ്പെടെ എന്തിനേറെ പറയുന്നു, കുഞ്ഞനന്തൻ ഒരു കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ കിടന്ന് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി, ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി സ്തൂപമുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തിലെല്ലാം അദ്ദേഹം ഏറ്റവും സമർത്ഥനായ, ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ക്രിമിനലുകളെ ഗ്ലോറിഫൈ ചെയ്ത സംസ്കാരം ഇവർക്കുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടുത്തെ ഇപ്പോഴത്തെ ചർച്ചയിൽ എന്താ വിഷയം? ഇവിടെ ക്രിമിനലുകളായ ഒരു സേനയെ ക്രിമിനൽവൽക്കരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ഇവരിറക്കിയിട്ടുള്ള ഉത്തരവ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ ദാസ്യപ്പണി ചെയ്യുന്നവർ പല സർക്കാരിൻ്റെ പല ഭാഗത്തും പല പോസ്റ്റുകളിലും ഇരിക്കട്ടെ, ചാവേറുകളായിട്ടുള്ളവരുണ്ട്, ശരിയാണ്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. വിജിലൻസിലും ക്രൈംബ്രാഞ്ചിലും ഒക്കെ അങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ടുണ്ട്. പക്ഷേ നേരിട്ട് പോലീസ് സേനയിലേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ബുദ്ധിമുട്ടിനെ സംബന്ധിച്ചാണ്. അത് രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ സംബന്ധിച്ച്, ക്രിമിനൽ വൽക്കരിക്കുന്നതിനെ സംബന്ധിച്ചാണ്. നോക്കൂ, ഇവിടെ യൂത്ത് കോൺഗ്രസിലെ ഇവർക്ക് എന്താണ് ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ പ്രശ്നം? അല്ല, ഒന്ന് പറഞ്ഞിട്ടെ, എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ ശ്രമിക്കാം. താങ്കൾക്ക് ഇനി ഇടവേളയ്ക്ക് പോകാനാണെങ്കിൽ പോയിട്ട് വന്നതിന് ശേഷം ഈ സമയം തന്നാൽ മതി. ഏതായാലും യൂത്ത് കോൺഗ്രസിനെ തല്ലിച്ചതർച്ചാണോ അവരുടെ മാനദണ്ഡം? KSUകാരെ തല്ലിച്ചതർച്ചാണോ അവരുടെ മാനദണ്ഡം? വാഹനത്തിൽ നിന്നിറങ്ങി തല്ലിച്ചതർച്ചാണോ അവരുടെ മാനദണ്ഡം? അതോ അംഗവൈകല്യമുള്ളവരെ തല്ലിച്ചതർച്ചാണോ അവരുടെ മാനദണ്ഡം? അതോ DYFIക്കാർക്ക് യൂത്ത് കോൺഗ്രസിനെ അടിക്കാൻ വേണ്ടി സഹായം ഉണ്ടാക്കി കൊടുത്താണോ അവരുടെ മാനദണ്ഡം? ഏതായാലും ഏത് മാനദണ്ഡത്തിൻ്റെ പേരിലായാലും ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്നതിന് നമുക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല, ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം, ഇത്തരത്തിൽ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഒത്താശ ചെയ്യുന്ന രീതിയിലേക്ക് ഈ നേതാക്കന്മാരെല്ലാം മാറുമ്പോൾ ഇതൊരിക്കലും നമുക്ക് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. ഇനി ചോദിച്ചു, ഞങ്ങളുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് എന്താണ് ഗറില്ല സമരം എന്നൊക്കെയാണ് നമ്മുടെ ഗോപിനാഥ് പറഞ്ഞത്. ഞാൻ ഗോപിനാഥിനോട് തിരിച്ചു ചോദിക്കട്ടെ. ഗവർണർ സെക്രട്ടറി നമ്മുടെ എയർപോർട്ടിലേക്ക് പോയപ്പോൾ ഗവർണറെ തടഞ്ഞു.
മൂന്ന് സ്ഥലത്തൂടെ ചേർന്ന് 3 സ്ഥലത്ത് തടഞ്ഞു. 3 സ്ഥലത്തൂടെ ചേർന്ന് 18 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കേസെടുത്ത മുഴുവൻ ആളുകൾക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവാസ സമരം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കോൺഗ്രസിനെ പിന്നെ എന്താ പറയുന്നത്, സ്നേഹിക്കുന്നവരൊക്കെ ഇതിനെതിരായിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ദൈവത്തിൻ്റെ വരദാനം എന്ന് പറയുന്നത് ഇതേ മുഖ്യമന്ത്രിയെ കുറിച്ചാണ്. ഇനി ഒറ്റ കാര്യം കൂടി ഞാൻ ശ്രീ ഗോപിനാഥനോട് ചോദിക്കട്ടെ, എൻ്റെ സുഹൃത്തു കൂടിയാണ്. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ചോദ്യം, മുഖ്യമന്ത്രി ഈ കല്യാശ്ശേരിയിൽ നടന്ന മർദ്ദനത്തെ സംബന്ധിച്ച് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഗോപിനാഥ് വിശ്വസിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അന്ന് അവർ കരിങ്കൊടി ഉയർത്താനിടയായ സാഹചര്യം, അവരെ ഞങ്ങൾ മുൻകൂട്ടി ഒരു പ്രതിഷേധ സമരവും വിഭാവനം ചെയ്തിട്ടില്ലായിരിക്കെ അവരെ കസ്റ്റഡിയിലെടുത്ത് കരുതൽ തടങ്കലിലെടുക്കുകയും അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട്? അതിൻ്റെ ഭാഗമായിട്ടാണ് കരിങ്കൊടി കാണിച്ചത്. അങ്ങനെ കരിങ്കൊടി കാണിച്ചാൽ അവരെ തല്ലിച്ചതയ്ക്കുമോ, ചെടിച്ചട്ടി എടുത്ത് തല്ലിച്ചതയ്ക്കുമോ, അവരെ ഹെൽമെറ്റ് എടുത്ത് തല്ലിച്ചതയ്ക്കുമോ? അത് കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഗോപിനാഥ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി പറയാമായിരുന്നല്ലോ, ഞാൻ പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ലോ ആൻഡ് ഓർഡർ നോക്കാൻ വേണ്ടി, ഞാൻ ഒരിക്കലും ഈ ക്രിമിനലുകളെ ഏൽപ്പിച്ചിട്ടില്ല, ഡിവൈഎഫ്ഐക്കാരെ ഏൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് അവരത് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കുമായിരുന്നല്ലോ. തുടർന്ന് ഇങ്ങോട്ട് പിന്നെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ടും അത് മാതൃകാ പ്രവർത്തനമാണെന്നും അത് തുടരണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയല്ലേ ഈ സംസ്ഥാനത്ത് ഇത്രയും കലാപാഹ്വാനം നടത്തി ഏറ്റവും അവസാനം ഈ പറയുന്നത് ഏതാണ്, അംഗപരിമിതനെ മർദ്ദിച്ചത് കണ്ടില്ലെന്നുണ്ടോ? മുഖ്യമന്ത്രി ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ചത് കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് വിശ്വസിക്കുന്നുണ്ടോ ഗോപിനാഥ്? അത് വിശ്വസിക്കുന്നുണ്ടോ? ശരിയാണ്. ശരി, ഞാൻ ഇടപെടുകയാണ് ജ്യോതി. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ.